എല്ലാ സഹോദരന്മാർക്കും സഹോദരിമാർക്കും സുഹൃത്തുക്കൾക്കും ദൈവനാമത്തിൽ സമാധാനം. ഇത് നിങ്ങളുടെ പ്രിയ സഹോദരൻ അജിത്. ഉണരൂ ക്രിസ്ത്യാനികളെ ഉണരൂ എന്ന യൂട്യൂബ് ചാനലിലേക്കും ക്രിസ്ത്യാനികളുടെ ശ്രദ്ധയ്ക്കെന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയിലേക്കും എല്ലാ പ്രിയ സഹോദരങ്ങളെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഞാനിന്ന് നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്ന വീഡിയോ തിരുവോസ്തി രക്തമാക്കിയ കത്തോലിക്ക ഉഡായിപ്പ്. ഞാൻ ഈ വീഡിയോ പറയുവാനുണ്ടായ സാഹചര്യം എന്നുള്ളത് സോഷ്യൽ മീഡിയയിൽ ഒരു മാസത്തോളമായി വളരെ ജനശ്രദ്ധ ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. എറണാകുളം ജില്ലയിലെ ഒരു കത്തോലിക്ക ദേവാലയത്തിൽ ഒരു പെൺകുട്ടിയുടെ നാവിൽ വയ്ക്കുന്ന തിരുവോസ്തി അത് രക്തമായി മാറുന്നു എന്നുള്ള ഒരു സംഭവം. ഇത് എല്ലാ ആഴ്ചകളിലും 4-5 ആഴ്ച സ്ഥിരമായി ആ കുട്ടിയുടെ വായിൽ വയ്ക്കുന്ന തിരുവോസ്തി ചുവന്ന നിറമുള്ള രക്തമായി മാറുന്നു എന്നൊരു അത്ഭുത പ്രതിഭാസം അത് സോഷ്യൽ മീഡിയയിൽ സജീവമാവുകയാണ്. തിരുവോസ്തി എന്ന് പറയുന്നത് ഗോതമ്പിൽ ഉണ്ടാക്കിയ ഒരു അപ്പമാണ്. ഈ തിരുവോസ്തി രക്തമായ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ സജീവമായിരിക്കുമ്പോൾ അതിനെതിരെ പ്രതികരിച്ചില്ല എന്നുണ്ടെങ്കിൽ വചനങ്ങൾ സംസാരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അതിന് മറുപടി പറയാതെ പോയാൽ അതൊരു തെറ്റ് തന്നെയാണ്, അതൊരു കുറ്റബോധം തന്നെയാണ്. അതുകൊണ്ട് ആ കുറ്റബോധത്തിൻ്റെ പേരിലാണ് ഞാൻ നിങ്ങളോട് ഈ വീഡിയോ സംസാരിക്കുന്നത്. ഈ കത്തോലിക്ക സഭയുടെ കുർബാനയും അതേ രീതിയിൽ ആചരിക്കുന്ന പെന്തക്കോസ്തുകാർ ആചരിക്കുന്ന അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റന്റുകാർ ആചരിക്കുന്ന തിരുമേശ, കർത്തൃമേശ എന്നീ പറയുന്ന ആചാര അനുഷ്ഠാനങ്ങൾ ബൈബിൾ സംബന്ധമായിട്ടുള്ളതാണോ അല്ലെങ്കിൽ ബൈബിളിൽ കൽപ്പിക്കുന്നതാണോ? ഞാൻ ഇതിനു മുമ്പ് ഈ വിഷയത്തെപ്പറ്റി 2-3 വീഡിയോ ഇറക്കിയിട്ടുള്ളതാണ്. എൻ്റെ ആദ്യത്തെ ചാനലായ അജിത് ബ്രദർ എന്ന ചാനലിലും ക്രിസ്ത്യാനികളുടെ ശ്രദ്ധയ്ക്കെന്ന ചാനലിലും എൻ്റെ ഈ ചാനലിലും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, എനിക്ക് വ്യക്തമായിട്ട് ഓർമ്മയില്ല. അപ്പോൾ ഞാൻ ഇന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നത് എറണാകുളം ജില്ലയിലെ ഓടവന എന്നുള്ള കത്തോലിക്ക സഭയിൽ നടന്ന ഈ ഒരു സംഭവം. ഈ പെൺകുട്ടി 15 വയസ്സായ ഒരു പെൺകുട്ടിയുടെ നാവിൽ വെച്ച തിരുവോസ്തി അല്ലെങ്കിൽ ഓസ്തി അല്ലെങ്കിൽ അപ്പം ഇത് രക്തമായി മാറിയതിനെ പറ്റി ഇതൊരു ദൈവീയ പ്രവൃത്തിയാണെന്നൊന്നും ഞാൻ വിശ്വസിക്കില്ല. കാരണം കത്തോലിക്ക സഭ ഒരിക്കലും ദൈവിക സഭയല്ല, ബൈബിൾ അനുസൃതമായിട്ടുള്ള സഭയല്ല. പെന്തക്കോസ് സഭകളും അതുപോലെ ഇന്ത്യയിലുള്ള എല്ലാ സഭകളും പ്രൊട്ടസ്റ്റന്റ് ആയാലും അവർ സ്വയം അപ്പോസ്തലിക സഭകൾ എന്നൊക്കെ അവകാശപ്പെടുന്ന എന്ന പേരിലുള്ള ഏത് സഭയായാലും ഇന്ത്യയിൽ ഒരിടത്തും ക്രൈസ്തവ സഭകൾ ഇല്ല എന്നുള്ളതാണ് സത്യം. കാരണം വിദേശത്തുള്ള ആൾക്കാർ വന്ന് അടിച്ചേൽപ്പിച്ചിട്ട് പോയ ചില ദുരുപദേശങ്ങൾ, ദുരാചാരങ്ങൾ മാത്രമാണ് ആ സഭകളിൽ നിലനിൽക്കുന്നത്. അല്ലെങ്കിൽ ബൈബിളിൽ ദൈവം കൽപ്പിക്കുന്നു ഒരു മനുഷ്യൻ ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യാൻ പാടില്ല എന്നുള്ള അനേക കൽപ്പനകൾ, പ്രമാണങ്ങൾ, ചട്ടങ്ങളുണ്ട്. അതൊന്നും ഈ സഭകൾ തങ്ങളുടെ സഭയിൽ വരുന്ന വിശ്വാസികളെ പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് പരമമായ സത്യം. അപ്പോൾ വേറെ ചില കാര്യങ്ങൾ ബൈബിളിലുള്ള വേറെ ചില വചനങ്ങളൊക്കെ എടുത്ത് സംസാരിക്കുന്നു, എന്നിട്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നു, ദൈവത്തെ ആരാധിക്കുന്നു, ദൈവത്തിന് വേണ്ടി അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, സുവിശേഷം പറയുന്നു എന്നൊക്കെ പറയുന്നു. സുവിശേഷം എന്താണെന്ന് പോലും ഇന്ത്യയിലെ ഒരു സഭകൾക്കും ഇതൊരിക്കലും അറിയില്ല എന്നുള്ളതാണ് സത്യം. സുവിശേഷം എന്താണെന്നോ സഭ എങ്ങനെ ആയിരിക്കണമെന്നോ സഭയുടെ ചട്ടക്കൂടുകൾ, ആചാര രീതികൾ, അനുഷ്ഠാനങ്ങൾ, അവിടെ അച്ചടക്ക രീതികൾ ഇതൊക്കെ തിരുവെഴുത്ത് പുസ്തകം വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വച്ചിരിക്കുകയാണ്. അതൊന്നും ആ വചനങ്ങളൊന്നും അവർക്ക് ബാധകമല്ല. അവരുടെ സഭകൾ അവരെ പഠിപ്പിച്ച ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ അത് ചെയ്യുന്നതിലാണ് താല്പര്യം. ഞാൻ ഈ ബൈബിളുമായി ബന്ധപ്പെട്ടിട്ട് ഏകദേശം 15 വർഷമേ ആവുള്ളൂ. ഞാനൊരു 3.5 വർഷം പെന്തക്കോസ്ത് സഭകളിൽ വിശ്വാസിയായി 3 സഭകളിൽ മാറി നിന്നു എന്ന കാര്യങ്ങൾ കേട്ടു. ഞാൻ പഠിച്ചത് അവരെ ഉപദേശിക്കുകയും ചെയ്തു. കൽപ്പനകളും പ്രമാണങ്ങളും ചട്ടങ്ങളും നിങ്ങൾ അനുസരിക്കാത്തത് എന്ത് എന്ന് ഞാൻ നിന്ന പെന്തക്കോസ്ത് സഭകളിലോട് ചോദിച്ചപ്പോൾ അവർക്ക് അതിന് മറുപടിയില്ല. അപ്പൊ സഭ ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, നമുക്ക് ഇങ്ങനെ ചെയ്യാനേ ഒക്കൂ എന്ന് അവിടെ പാസ്റ്റർ പറയുന്നു. ഇപ്പൊ ബൈബിളിൽ എഴുതിയിരിക്കുന്നു, അത് അനുസരിക്കേണ്ട ആവശ്യമില്ല, ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി, എന്നാൽ നിങ്ങൾക്ക് നിത്യജീവൻ കിട്ടും, സ്വർഗത്തിൽ പോകാം, ദൈവത്തിന്റെ മക്കളായി ജീവിക്കാം എന്ന് പറയുന്നു. ബൈബിളിൽ അനുസരിച്ച് പറയുമ്പോൾ അതൊന്നും ഒരു ദൈവിക ശുശ്രൂഷയുടെ ഭാഗമോ അല്ല, ദൈവത്തെ സേവിക്കുന്ന ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ഒന്നുമല്ല. കത്തോലിക്ക സഭയുടെ കുർബാനയോ അല്ലെങ്കിൽ പെന്തക്കോസ്തുകാരുടെ കർത്തൃമേശയോ തിരുമേശയോ എന്ത് തന്നെ ആയാലും അതിൽ ബൈബിളിൽ ഉണ്ടോ, അങ്ങനെ ഒരു കൽപ്പന ബൈബിളിൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്ന പ്രധാനപ്പെട്ട വചനം സുവിശേഷ പുസ്തകങ്ങളിലുള്ള 4 കൽപ്പനകളും പിന്നെ കൊരിന്ത്യർക്ക് ലേഖനത്തിൽ അപ്പോസ്തലൻ പൗലോസ് അത് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്ന
ഒരു വചനവുമാണ് ആർക്കും, കത്തോലിക്ക സഭയായാലും അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റന്റ് സഭകൾ എന്ന് അവകാശപ്പെടുന്ന മറ്റ് സഭകളും പറയുന്ന കാര്യങ്ങൾ. അത് ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായത്തിൽ 26 മുതൽ തുടങ്ങുന്ന വചനഭാഗവും, മർക്കോസ് എഴുതിയ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 22 മുതൽ 25 വരെയുള്ള വാക്യങ്ങളും, ലൂക്കോസ് എഴുതിയ സുവിശേഷം 22-ാം അധ്യായം അതിന്റെ 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിലുമാണ് കുർബാനയെ കുറിച്ചും അല്ലെങ്കിൽ പെന്തക്കോസ്തുകാരുടെ കർത്തൃമേശ, തിരുമേശ എന്നുള്ള ചില ആചാര അനുഷ്ഠാനങ്ങളെ പറ്റി അവർ വാദിക്കുന്നത്. ശരിക്കും ഈ പറഞ്ഞ 3 സുവിശേഷ പുസ്തകങ്ങളിലും യേശു കൽപ്പിക്കുന്നത് കത്തോലിക്കക്കാർ ചെയ്യുന്ന കുർബാനയോ അല്ലെങ്കിൽ പെന്തക്കോസ്തുകാർ ചെയ്യുന്ന തിരുമേശയോ കർത്തൃമേശയോ ചെയ്യാനാണോ ശരിക്കും അവിടെ കർത്താവ് യേശു ക്രിസ്തു കൽപ്പിക്കുന്നത്? നമുക്ക് ആ ഭാഗം ഒന്ന് മത്തായി സുവിശേഷത്തിൽ ഒന്ന് എടുത്ത് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് ഏറെക്കുറെയൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഇത് 3 സുവിശേഷ പുസ്തകങ്ങളിലും ഒരേ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇല്ല, ഒന്നുകൂടെ ഒന്നെടുത്ത് വായിച്ചു നോക്കാം. മത്തായി 26-ന്റെ 26. അവർ ഭക്ഷിക്കുമ്പോൾ ഒരു അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു. വാങ്ങി ഭക്ഷിപ്പിൻ, ഇത് എൻ്റെ ശരീരം എന്ന് യേശു അവിടെ പറഞ്ഞു. രണ്ടാമത് അടുത്ത് പറയുന്നത്, പിന്നെ പാനപാത്രം എടുത്തു സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു. എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പിൻ, ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള രക്തം. അടുത്ത് മൂന്നാമത് അവിടെ പറയുന്നത്, എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിങ്കൽ നിങ്ങളുടെ കൂടെ പുതുതായി കുടിക്കും നാൾ വരെ ഞാൻ മുന്തിരിവള്ളിയുടെ ഈ അനുഭവത്തിൽ നിന്ന് ഇനി കുടിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്നാണ് അവിടെ പറയുന്നത്. ഇവിടെ എവിടെയെങ്കിലും യേശു ഈ കർത്തൃമേശ ചെയ്യണമെന്നോ അല്ലെങ്കിൽ കുർബാന ചെയ്യണമെന്നോ യേശു കൽപ്പിക്കുന്നുണ്ടോ? അത് ശരിക്കും കുറെ കൂടെ മനസ്സിലാക്കാമെങ്കിൽ യേശു അവിടെ ഏത് സന്ദർഭത്തിൽ ഏത് ചടങ്ങിലാണ് ഇത് ചെയ്തത് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇത് അറിയണമെങ്കിൽ നമുക്ക് ഈ മത്തായി ഇതേ സുവിശേഷ പുസ്തകത്തിലെ മത്തായി സുവിശേഷം 26-ാം അധ്യായത്തിലെ 2-ാമത്തെ വാക്യം മുതൽ ഒന്ന് വായിച്ചു തുടങ്ങുമ്പോൾ യേശു ഇവിടെ എന്തൊക്കെയാണ് ചെയ്തത്, എന്താണ് ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തത് എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും. 26-ാം അധ്യായത്തിലെ 2-ാമത്തെ വാക്യം, 2 ദിവസം കഴിഞ്ഞിട്ട് പെസഹ ആകുന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ, അന്ന് മനുഷ്യപുത്രനെ ക്രൂശിക്കുവാൻ ഏൽപ്പിക്കും എന്ന് പറഞ്ഞു. യേശുവിനെ ക്രൂശിക്കുവാൻ പിടിക്കപ്പെടുവാൻ പോകുന്ന സമയത്തിന് തൊട്ടു മുമ്പ് യേശു തന്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന ഉപദേശമാണ് ഈ ഒരു 26-ാം അധ്യായത്തിൽ യേശു പറയുന്നത്. അത് പെസഹ ആകുന്നു. ആ പെസഹ ദിവസത്തിലാണ് യേശു ഈ സന്ദേശം തന്റെ ശിഷ്യന്മാർക്ക് കൈമാറുന്നത്. ഇനി അടുത്ത് 26-ന്റെ 17-ാമത്തെ വാക്യം കൂടെ വായിച്ചു കഴിയുമ്പോൾ അത് ഏറെക്കുറെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് മനസ്സിലാക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. വേറൊരു നമുക്ക് പഴയ നിയമത്തിലോട്ട് പോയിട്ട് വരും. എങ്കിലും അതൊന്ന് വായിക്കാം. പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ 1-ാം നാളിൽ ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കൽ വന്നു. ഈ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ എന്നുള്ളത് ന്യായപ്രമാണ കൽപ്പനയാണ്. അന്നത്തെ ഇസ്രായേൽ മക്കൾ എല്ലാവരും അനുസരിക്കേണ്ട ഒരു ആചാര അനുഷ്ഠാന ആഘോഷമാണ് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ. അപ്പോൾ പെസഹ കഴിഞ്ഞാണ് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ 1-ാമത്തെ ദിവസം വരുന്നു എന്ന് അവിടെ പറയുന്നു. അതിന് യേശുവിടെ പറഞ്ഞു, നിങ്ങൾ നഗരത്തിൽ ഇന്നവന്റെ അടുക്കൽ ചെന്ന് എന്റെ സമയം അടുത്തിരിക്കുന്നു, ഞാൻ എന്റെ ശിഷ്യന്മാരുമായി നിന്റെ അടുക്കൽ പെസഹ കഴിക്കും എന്ന് ഗുരു പറയുന്നു എന്ന് പറവിൻ. ശിഷ്യന്മാർ അത് കൽപ്പിച്ചതുപോലെ ചെയ്തു പെസഹ ഒരുക്കി എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇത് പെസഹ നാളിലാണ് യേശു തന്റെ ശിഷ്യന്മാരോട് ഉപദേശിക്കുന്നത്. രണ്ടാമത് അവിടെ പറയുന്നു, പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ 1-ാമത്തെ നാളിലാണ് ഇത് യേശു പറഞ്ഞത്. അപ്പൊ ഈ പുളിപ്പില്ലാത്ത അപ്പവും ഈ പെസഹയും എന്താണെന്ന് ആദ്യം നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഈ കർത്തൃമേശയും കുർബാനയും ചെയ്യുന്നവർ സഭകളുടെ തെറ്റായ ഉപദേശങ്ങളിൽ അടിമപ്പെട്ടു പോകുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഈ എന്താണെന്ന് ഇത് പഠിക്കണം. ഈ പെസഹ എന്താണ്, അല്ലെങ്കിൽ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ 1-ാം നാൾ എന്താണെന്ന് പഠിച്ചാൽ മാത്രമേ
നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, നിങ്ങളെ കാലങ്ങളായി വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ദുരാചാരം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. ആദ്യം നമുക്ക് പെസക എന്താണെന്ന് പഠിക്കാം. അത് പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 1 മുതൽ കൽപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതായത് ദൈവമായ യഹോവ മോശയ്ക്ക് തൻ്റെ കൽപ്പലകളിൽ എഴുതിയ വചനങ്ങൾ, പ്രമാണങ്ങൾ, ചട്ടങ്ങൾ കൊടുക്കുമ്പോൾ അതിന് കൊടുക്കുന്നതിന് മുമ്പേ ആ ഇസ്രായേൽ മക്കളോട് ദൈവം കൽപ്പിച്ച ഒരു ഉടമ്പടിയാണ് പെസഹ. അത് നിത്യ നിയമമെന്നാണ് ന്യായപ്രമാണത്തിൽ കൽപ്പിച്ചിരിക്കുന്നത്. അതനുസരിക്കാത്തവൻ ദൈവത്തിൻ്റെ മക്കളല്ല, ദൈവത്തിൻ്റെ ജനമല്ല. പുതിയ നിയമഭാഷയിൽ പറഞ്ഞാൽ നിത്യജീവന് അവകാശിയല്ല, സ്വർഗസ്ഥനാവുവാൻ പ്രാപ്തനുമല്ല. യഹോവ മോശയ്ക്കും അഹ്റോനും കൂടെ മിസ്രയീം ദേശത്ത് വെച്ച് അരുളി ചെയ്തത് എന്തെന്നാൽ, ഈ മാസം നിങ്ങൾക്ക് മാസങ്ങളുടെ ആരംഭമായി ആണ്ടിൽ 1-ാം മാസം ആയിരിക്കണം. നിങ്ങൾ ഇസ്രായേലിന്റെ സർവ്വ സംഘങ്ങളോടും കൂടെ പറയേണ്ടത് എന്തെന്നാൽ, ഈ മാസം 10-ാം തീയതി അതത് കുടുംബത്തിൽ നിന്നും ഒരു ആട്ടിൻകുട്ടിയെ വീതം ഓരോരുത്തൻ ഓരോ ആട്ടിൻകുട്ടിയെ വീതം എടുക്കണം എന്നാണ്. അത് ഒരുക്കത്തെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ ഈ മാസം, ഈ വർഷത്തിന്റെ ആരംഭത്തിൽ 10-ാം തീയതി ഓരോ കുടുംബത്തിൽ അവർക്ക് ആ വീട്ടിൽ കഴിക്കാൻ എത്ര അംഗങ്ങൾ ആ സൈസ് അനുസരിച്ച് ഒരു ആട്ടിൻകുട്ടിയെ മുൻപേ എടുത്ത് മാറ്റി നിർത്തണം. ആട്ടിൻകുട്ടിയെ തിന്നുവാൻ വീട്ടിലുള്ളവർ പോരാ എങ്കിൽ ആളുടെ എണ്ണത്തിന് ഒത്തവണ്ണം അവനും അവന്റെ വീട്ടിനടുത്തുള്ള അയൽപ്പക്കക്കാരനും കൂടി അതിനെ എടുക്കണം. ഓരോരുത്തൻ തിന്നുന്നതിനനുസരിച്ച് ഒത്തവണ്ണം കണക്ക് നോക്കി നിങ്ങൾ ആട്ടിൻകുട്ടിയെ എടുക്കണം. ആട്ടിൻകുട്ടി ഊനമല്ലാത്തതും 1 വയസ്സ് പ്രായമുള്ള ആണുമായിരിക്കണം. അത് ചെമ്മരിയാടോ കോലാടോ ഏത് വേണം ആകാം. ഈ മാസം 14-ാം തീയതി വരെ അതിനെ നിങ്ങൾ സൂക്ഷിക്കണം. ഇസ്രായേൽ സഭയുടെ കൂട്ടമെല്ലാം സന്ധ്യാസമയത്ത് അതിനെ അറുക്കണം. അതിൻ്റെ രക്തം എടുത്ത് തങ്ങൾ തിന്നുന്ന വീടുകളിലെ വാതിലുകൾ, കട്ടളക്കാൽ മേൽ 2-ന്മേലും കുറുമ്പടി മേലും പുരട്ടേണം എന്നാണ് പറയുന്നത്. അപ്പൊ ഈ വർഷത്തിലെ ആദ്യത്തെ 10-ാം തീയതി ഓരോരുത്തർ അവരെ വീട്ടിന്റെ പ്രാപ്തിക്കൊത്തവണ്ണം അവർക്ക് എത്ര അംഗങ്ങൾ അവർക്ക് തിന്നാൻ പറ്റുന്ന രീതി, അല്ലെങ്കിൽ അവർക്ക് തിന്നാൻ പറ്റില്ലെങ്കിൽ അടുത്ത അയൽപക്കക്കാർക്ക് തിന്നുന്ന രീതിയിൽ ആടിനെ എടുക്കുക. 1 വർഷം പ്രായമായ ആ ആടിനെ, ഊനമില്ലാത്ത നല്ല പുഷ്ടിയുള്ള ആടിനെ എടുക്കണം. ആടിനെ എടുത്ത് സൂക്ഷിച്ചു നിർത്തണം. എന്നിട്ട് 14-ാം തീയതി 4 ദിവസം കഴിഞ്ഞ് അതിനെ അറുക്കണം എന്നാണ് പറയുന്നത്. ആ ആടിനെ അറുത്ത് അതിന്റെ രക്തം ഒരു കുടത്തിലെടുത്ത് ആ വീട്ടിലെ കട്ടളയുടെ മേലും വാതിലിന്റെ മേലും അത് പുരട്ടണം എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അന്ന് രാത്രി അവർ തീയിൽ ചുട്ടതായ ആ മാംസവും പുളിപ്പില്ലാത്ത അപ്പവും തിന്നേണം. കയ്പ് ചീരയോടുകൂടി തിന്നേണം. പെസഹ കഴിഞ്ഞതിന് ശേഷം ആ ആട്ടിൻകുട്ടിയെ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ കൂടെ ഭക്ഷിക്കണം എന്നാണ് അവിടെ പറയുന്നത്. ഈ ഒരു ആഘോഷമാണ്, അല്ലെങ്കിൽ ഈ ഒരു ആചാരമാണ്, അല്ലെങ്കിൽ ഈ ഒരു ന്യായപ്രമാണ കൽപ്പനയാണ് യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോടുകൂടെ അവിടെ കഴിച്ചത്. അവർ പെസഹ കഴിച്ച് ആട്ടിൻകുട്ടിയൊക്കെ ഭക്ഷിച്ച ശേഷം, ശേഷം ആണ് ശിഷ്യന്മാരോട് യേശുവോട് ഈ കാര്യങ്ങൾ അവിടെ പറഞ്ഞത്. തലയും കാലും അന്തർഭാഗങ്ങളുമായി തീയിൽ ചുട്ടിട്ടല്ലാതെ പച്ചയായിട്ടോ വെള്ളത്തിൽ പുഴുങ്ങിയതായിട്ടോ തിന്നരുത്. പിറ്റേന്നാൾ കാലത്തേക്ക് അതിൽ ഒന്നും ശേഷിപ്പിക്കരുത്. പിറ്റേന്നാൾ ശേഷിപ്പിക്കുന്നതെല്ലാം തീയിലിട്ട് ചുട്ടുകളയണം. അരകെട്ടിയും കാലിന് ചെരുപ്പിട്ടും കയ്യിൽ വടി പിടിപ്പിച്ചും കൊണ്ട് അതിനെ തിന്നേണം. അത് യഹോവയുടെ പെസഹയാകുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഇതാണ് പെസഹ ആചരിക്കുക. ഈ പെസഹ ആചരിച്ച കഴിഞ്ഞതിന് ശേഷമാണ് യേശു അപ്പം നുറുക്കുകയും മുന്തിരിവെള്ളം ശിഷ്യന്മാർക്ക് പകർക്കുകയും ചെയ്തത്. ഈ ദിവസം നിങ്ങൾക്ക് ഓർമ്മ നാളായിരിക്കണം. നിങ്ങൾ അത് യഹോവയ്ക്ക് ഉത്സവമായി ആചരിക്കണം. തലമുറയായും നിത്യ നിയമമായും അത് ആചരിക്കണം എന്നവിടെ പറയുന്നു. ഇനി അടുത്ത് പറയുന്നത് എന്താണ് ഈ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ. അത് കഴിഞ്ഞ് ആ പെസഹ കഴിഞ്ഞ് ആടിനെ ചുട്ട മാംസം കഴിച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട കടമത്തെ പറ്റിയാണ് പറയുന്നത്. അത് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ. അത് എങ്ങനെയായിരിക്കും എന്നവിടെ പറയുന്നു. 7 ദിവസം നിങ്ങൾ പുളിപ്പില്ലാത്ത അപ്പം തിന്നണം. 1-ാം ദിവസം തന്നെ പുളിച്ച മാവ് നിങ്ങളുടെ വീടുകളിൽ നിന്നും നീക്കണം. 1-ാം ദിവസം മുതൽ 7-ാം ദിവസം വരെ ആരെങ്കിലും പുളിപ്പുള്ള അപ്പം തിന്നാൽ അവനെ ഇസ്രായേലിൽ നിന്ന് ഛേദിച്ചു കളയണം എന്നാണ്, കൊന്നുകളയണം എന്നാണ് ഇവിടെ പറയുന്നത്.
1-ാം ദിവസത്തിലും 7-ാം ദിവസത്തിലും നിങ്ങൾക്ക് വിശുദ്ധ സഭായോഗം ഉണ്ടാകണം. ഇത് 3 കാര്യങ്ങളും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് യേശു തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതെന്നാണ് വ്യക്തമായി മനസ്സിലാക്കാം. പെസഹ കഴിഞ്ഞുള്ള 7 ദിവസത്തെ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ. 3 കാര്യങ്ങളാണ് ഇവിടെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. യേശു തന്റെ ശിഷ്യന്മാരോട് ഈ 3 സുവിശേഷ പുസ്തകങ്ങളിൽ പറഞ്ഞ സംഭവം നടക്കുന്നത് പെസഹയിലാണ്. പെസഹ ആചരിച്ചതിന് ശേഷമുള്ള 7 ദിവസം നീണ്ടു നിൽക്കുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളാണ് യേശു തന്റെ ശിഷ്യന്മാരോട് ചെയ്തത്. ഇത് സംസാരിച്ചതെന്നുള്ളത് വിശുദ്ധ സഭാ യോഗത്തിലാണ് യേശു തന്റെ ശിഷ്യന്മാരോട് അല്ലെങ്കിൽ തന്റെ സഭയോടുകൂടി സംസാരിച്ചത്. പെസഹ കഴിഞ്ഞുള്ള പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ 7 ദിവസം നീണ്ടു നിൽക്കുന്ന പെരുന്നാളിന്റെ 1-ാം ദിവസം വിശുദ്ധ സഭായോഗം ആചരിക്കണമെന്ന് ന്യായപ്രമാണ കൽപ്പനയിൽ കൂടി ദൈവം ഇസ്രായേൽ ജനത്തോട് സംസാരിച്ചതാണ്. ആ ഒരു കൽപ്പനയാണ് യേശു അനുസരിക്കുകയും തന്റെ ശിഷ്യന്മാരെ ഉപദേശിക്കുകയും ചെയ്തത്. അല്ലാതെ വേറൊരു ആചാരം, പുതിയ രീതിയിലെ ആചാരം നിങ്ങൾ അനുഷ്ഠിക്കണമെന്നല്ല യേശു തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചത്. ഈ സഭായോഗത്തിൽ യേശു സംസാരിക്കുന്ന വചനങ്ങളാണ് ഈ നമ്മൾ നേരത്തെ വായിച്ചത്. ഈ അപ്പവും മുന്തിരിച്ചാറും യേശു തന്റെ ശരീരമെന്നും രക്തമെന്നും ശിഷ്യന്മാരെ ഉപദേശിച്ചെന്താണെന്ന് അത് ശരിക്കും മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാത്തതിൻ്റെ തെറ്റാണ് ഇന്ന് ഈ എറണാകുളം ഈ പള്ളിയിൽ നടന്ന ഈ ഉഡായിപ്പ് പരിപാടി ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടത്. കാരണം ഇന്ന് ആദ്യത്തെ ദിവസം ഈ ഒരു സംഭവം ഉണ്ടായപ്പോൾ പിറ്റേ ദിവസം അതേ സംഭവം ആ കുഞ്ഞിൽ നിന്നും ആ പെൺകൊച്ചിൽ നിന്നും ആ നാവിൽ ഇടുന്ന ആ അപ്പം രക്തമായി മാറുന്നത് കാണുവാൻ വേണ്ടി ആ സഭയിൽ അനേകം ജനങ്ങൾ വന്നുകൂടി. ആ സഭയിൽ ഇടുന്ന സ്വത്രക്കാഴ്ച അല്ലെങ്കിൽ കാണിക്ക അല്ലെങ്കിൽ അച്ഛന് കൊടുക്കുന്ന ദശാംശം ഇതൊക്കെ അവിടെ വൻ തോതിൽ വരുമാനമുണ്ടായി. ആ പള്ളിയിൽ അധികം കച്ചവട സ്ഥാപനങ്ങൾ പെരുകി അതിനുള്ള വരുമാനം ആ പള്ളിക്ക് കിട്ടി. ഇതെല്ലാം ബിസിനസ് പരമായിട്ടുള്ള ആസൂത്രിതമായ ഒരു നീക്കമെന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. ഇതിൽ യേശു തന്റെ രക്തമെന്ന് പറഞ്ഞുകൊണ്ട് മുന്തിരിച്ചാറിനെ വീതിച്ചു കൊടുത്തത് ഒരിക്കലും ഒരു ആചാരമായി ചെയ്യണമെന്നല്ല അവിടെ യേശു പറഞ്ഞത്. പെസഹ കഴിഞ്ഞുള്ള പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളിന്റെ 1-ാം ദിവസം കൂടിയ സഭായോഗങ്ങൾ സംഭവിക്കുന്നത് ദൈവത്തിന്റെ വചനങ്ങൾ ശുശ്രൂഷിക്കുക എന്നുള്ളതാണ്. സഭായോഗം എന്നുള്ളത് ഉദ്ദേശിക്കുന്നതല്ല ഒരിക്കലും വേറൊരു കാര്യങ്ങളുമല്ല. അവിടെ വചനങ്ങൾ സംസാരിക്കുക, വചനങ്ങൾ പ്രബോധിപ്പിക്കുക, ഇത് മാത്രമാണ് എല്ലാ സഭയോഗങ്ങളും നടക്കുന്നത്. അല്ല സഭായോഗങ്ങളിൽ ഇന്ന് നടക്കുന്ന പാട്ടോ കൂത്തോ ചാട്ടമോ ഡാൻസോ നൃത്തമോ അല്ലെങ്കിൽ ബാഹുബലിയിലെ കാലയം പറയുന്ന അന്യഭാഷയോ ഒന്നുമല്ല അവിടെ സഭായോഗങ്ങളിൽ കൂടുന്നത്. ഇസ്രായേൽ ശബത്ത് നാളിൽ കൂടുന്ന സഭായോഗങ്ങളിൽ സംസാരിക്കുന്ന ദൈവത്തിന്റെ വചനങ്ങൾ തന്നെയാണ്. അവര് ന്യായപ്രമാണത്തിൽ കൂടിയും പ്രവാചക പുസ്തകങ്ങളിൽ കൂടിയും ദൈവം പറഞ്ഞ വചനങ്ങൾ ഒന്ന് ജനങ്ങളെ പഠിപ്പിക്കുക അല്ലെങ്കിൽ പ്രബോധിപ്പിക്കുക അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ്. ഇവിടെ യേശു പറഞ്ഞത് അത് തന്നെയാണ്. നിങ്ങൾ സഭായോഗം കൂടുമ്പോൾ പഴയ നിയമവും പ്രവാചക പുസ്തകങ്ങളിൽ കൂടി സംസാരിക്കുന്നതിനൊപ്പം ഞാൻ പറഞ്ഞ വചനങ്ങൾ കൂടി നിങ്ങൾ ആ സഭായോഗത്തിൽ ഉൾപ്പെടുത്തണം എന്നാണ് യേശുവോട് പറഞ്ഞത്. മത്തായി 26-ാം അധ്യായത്തിൽ 27-ഉം 28-ഉം ഒന്ന് വായിച്ചാൽ അത് കുറെ കൂടെ വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും. പിന്നെ പാനപാത്രം എടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു. എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പിൻ, ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള രക്തം. യേശു തന്റെ രക്തമെന്ന് പറഞ്ഞ് മുന്തിരിച്ചാറിനെ ശിഷ്യന്മാർക്ക് പകർന്നു കൊടുത്തിട്ട് യേശു പറഞ്ഞ എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ മത്തായി സുവിശേഷം 26-ാം അധ്യായം അതിന്റെ 27-ഉം 28-ഉം വായിച്ചാൽ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും. താൻ പറഞ്ഞ രക്തം എന്നുള്ളത് താൻ പറഞ്ഞ പുതിയ നിയമങ്ങളാണ്, സുവിശേഷവും നിത്യജീവന്റെയും സന്ദേശമാണ്. അത് നിങ്ങൾ ഉളുപ്പില്ലാത്ത അപ്പത്തിന്റെ 1-ാമത്തെ ദിവസം കൂടുന്ന സഭായോഗങ്ങളിലും അല്ലെങ്കിൽ 7-ാം ദിവസം കൂടുന്ന സഭായോഗങ്ങളിലും ഞാൻ പറഞ്ഞ പുതിയ നിയമങ്ങൾ കൂടി നിങ്ങൾ പരസ്പരം ഷെയർ ചെയ്യണം എന്നാണ് അവിടെ യേശു പറഞ്ഞത്. പിന്നെ പാനപാത്രം എടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു. എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പീൻ, ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള രക്തം എന്ന് അവിടെ പറയുന്നു. അപ്പൊ അത് യേശു പറഞ്ഞ പുതിയ നിയമമാണെന്ന്
അവിടെ വ്യക്തമായി പറയുന്നു. ഇനി മർക്കോസ് എഴുതിയ സുവിശേഷം അതിന്റെ 14-ാം അധ്യായത്തിന്റെ 23, 24 വായിച്ചാൽ അതേ കാര്യങ്ങൾ തന്നെയാണ് അവിടെയും പറയുന്നത്. പിന്നെ പാനപാത്രം എടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു, എല്ലാവരും അതിൽ നിന്ന് കുടിച്ചു. ഇത് അനേകർക്ക് വേണ്ടി ചൊരിയുന്നതായി പുതിയ നിയമത്തിനുള്ള എൻ്റെ രക്തം. അവിടെയും പറയുന്ന രക്തം എന്ന് പറഞ്ഞത് പുതിയ നിയമമാണ് എന്നാണ് അവിടെ വ്യക്തമായി പറയുന്നത്. ഇനി അടുത്ത ലൂക്കോസ് എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 19, 20 വായിച്ചാൽ ഇതേ കാര്യങ്ങൾ തന്നെയാണ് അവിടെ ആവർത്തിക്കുന്നത്. പിന്നെ അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും കൊടുത്തു, ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എൻ്റെ രക്തത്തിലെ പുതിയ നിയമം ആകുന്നു എന്ന് അവിടെയും വ്യക്തമായി പറയുന്നു. ഇവിടെ രക്തം എന്ന് പറഞ്ഞുകൊണ്ട് യേശു മുന്തിരിച്ചാറ് അല്ലെങ്കിൽ മുന്തിരി ജ്യൂസ് അല്ലെങ്കിൽ മുന്തിരി വെള്ളം ശിഷ്യന്മാർക്ക് പകർന്നു കൊടുത്തിട്ട് പറഞ്ഞത്, ഞാൻ പറഞ്ഞ പുതിയ നിയമമാണ് ഇത്. നിങ്ങൾ അപ്പം നുറുക്കൽ ഷെയർ ചെയ്യും പോലെ അല്ലെങ്കിൽ സഭായോഗങ്ങളിൽ ദൈവവചനം ശുശ്രൂഷിക്കുമ്പോൾ ഞാൻ പറഞ്ഞ പുതിയ നിയമങ്ങളോട് നിങ്ങൾ ഷെയർ ചെയ്യുവിൻ, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്നാണ് അവിടെ പറഞ്ഞത്. ഇത് നിങ്ങൾ സഭായോഗങ്ങളിൽ പരസ്പരം ഷെയർ ചെയ്യുവിൻ എന്നാണ് അവിടെ യേശു പറഞ്ഞത്. അപ്പോൾ നുള്ളി കീറി ഓരോരുത്തർ കൊടുത്ത് കുറച്ച് വീഞ്ഞു എടുത്ത് വായിൽ ഒഴിച്ചു കൊടുക്കുന്ന ഒരു ആചാരത്തെ പറ്റിയല്ല യേശു പറഞ്ഞു. അങ്ങനെ ഒരു കൽപ്പനയെ അവിടെ യേശു പറഞ്ഞില്ല. യേശു പറഞ്ഞത് ന്യായപ്രമാണ കൽപ്പനയായ പെസഹ ആചരിച്ചു, അപ്പം നുറുക്ക് ആചരിച്ചു, അപ്പം നുറുക്കിന്റെ ആദ്യ ദിവസമുള്ള സഭായോഗം ആചരിച്ചു. ഇത് നിങ്ങൾ ചെയ്യുവിൻ എന്നാണ് അവിടെ പറഞ്ഞത്. യേശു തൻ്റെ ശിഷ്യന്മാരോട് പെസഹ കഴിഞ്ഞുള്ള പുളിപ്പില്ലാത്തിന്റെ അപ്പത്തിന്റെ പെരുന്നാൾ നാളിൽ 1-ാം ദിവസം നിൽക്കുന്ന ആ സഭായോഗത്തിൽ യേശു സംസാരിച്ച ഉപദേശങ്ങൾ, സഭായോഗത്തിൽ യേശു പ്രസംഗിച്ച വചനങ്ങൾ, ഉപദേശങ്ങൾ ഈ 3 സുവിശേഷ പുസ്തകങ്ങളിലും ഇല്ല. മത്തായി എഴുതിയ സുവിശേഷത്തിലില്ല, മർക്കോസ് എഴുതിയ സുവിശേഷത്തിലില്ല, ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിലില്ല. അവിടെ 3-ലും പറയുന്നത് അപ്പം നുറുക്കിൽ നിങ്ങൾക്ക് പകർന്നു തന്ന ഈ മുന്തിരിച്ചാറ് അല്ലെങ്കിൽ മുന്തിരി വെള്ളം ഞാൻ പറഞ്ഞ പുതിയ നിയമമായി നിങ്ങൾ അത് പങ്കിടണം, അതുപോലെ നിങ്ങൾ പങ്കിടണം എന്നാണ് പറഞ്ഞത്. അത് ഈ സഭായോഗത്തിൽ യേശു സംസാരിച്ച വലിയ നീണ്ട ഒരു പ്രസംഗമായിരുന്നു. അത് യോഹന്നാൻ എഴുതിയ സുവിശേഷം 13-ാം അധ്യായം മുതൽ 17-ാം അധ്യായം വരെയുള്ള 5 അധ്യായങ്ങളിൽ പെസഹ കഴിഞ്ഞുള്ള അപ്പം നുറുക്കൽ കഴിഞ്ഞുള്ള സഭായോഗത്തിൽ യേശു സംസാരിച്ച വചനങ്ങൾ വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. അത് വിശാലമായി ഇത് പറഞ്ഞു തരാനുള്ള ഒരു സാഹചര്യം ഈ വീഡിയോയ്ക്കില്ല, അതിന് സമയപരിധിയുണ്ട്. അത് നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു ഉപദേശമാണ് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ഇത് നിങ്ങൾ സഭായോഗങ്ങളിൽ പെസഹ കഴിഞ്ഞുള്ള അപ്പം നുറുക്കിന്റെ 1-ാം നാളിലെ സഭായോഗങ്ങളിൽ നിങ്ങൾ സംസാരിക്കണമെന്ന് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് യേശു പറഞ്ഞത്. അത് മാത്രമല്ല, ഈ യേശു പറഞ്ഞ കാര്യങ്ങൾ ഈ 4 സുവിശേഷ പുസ്തകങ്ങളിലും യേശു പറഞ്ഞ ഈ അപ്പം നുറുക്കിൽ ചെയ്യേണ്ട കടമകൾ എന്താണെന്ന് അത് അപ്പോസ്തലൻ പൗലോസ് ഒന്നുകൂടി തൻ്റെ കൊരിന്ത്യർ ലേഖനത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അത് നമുക്കൊന്ന് വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾ ഏറെക്കുറെ സംശയങ്ങൾ മാറും എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തതെന്തെന്നാൽ കർത്താവായ യേശുക്രിസ്തു, അതായത് കർത്താവിൽ നിന്നും ഞാൻ പഠിച്ചതും നിങ്ങളെ അത് ഉപദേശിക്കുകയും ചെയ്യുന്നത് എന്തെന്നാണ് അവിടെ താഴെ അപ്പോസ്തലൻ പൗലോസ് പറയുന്നത്. കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ശരീരം, ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അവോണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം, അത് അത്താഴം എന്ന് ഉദ്ദേശിക്കുന്നത് പെസഹയ്ക്കുള്ള ചുട്ട ആട്ടിറച്ചിയും അതൊക്കെ അവർ കഴിച്ചതിന് ശേഷമുള്ള കാര്യമാണ് അടുത്ത് പറയുന്നത്. അവോണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ ഈ പാനപാത്രവും എടുത്തു, ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു എന്ന് അവിടെ പൗലോസ് അപ്പോസ്തലൻ ആ കൊരിന്ത്യർ സഭയ്ക്ക് ഉപദേശിക്കുന്നുണ്ട്. അതായത് അപ്പം എടുത്ത് നുറുക്കി, അത് കഴിഞ്ഞ് പാനപാത്രം എടുത്തു, അതിൽ എൻ്റെ രക്തം പുതിയ നിയമത്തിലുള്ള രക്തമാകുന്നു എന്ന് പറഞ്ഞു. അടുത്ത് പറഞ്ഞത്, അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും ഈ പാനപാത്രയും കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ കർത്താവ് എന്തിനു വന്നു, ആ സന്ദേശം ലോകത്തെ അറിയിച്ചതുകൊണ്ട്
എന്തുകൊണ്ട് ക്രൂശിക്കപ്പെട്ടു, എന്തുകൊണ്ട് മരണപ്പെട്ടു, എന്തുകൊണ്ട് ഉയർത്തെഴുന്നേറ്റു, എന്തുകൊണ്ട് സ്വർഗത്തിൽ ഇരിക്കുന്നു, എന്തുകൊണ്ട് വീണ്ടും മറ്റുള്ളവർക്ക് വേണ്ടി ന്യായവിധി നടത്തുവാൻ അല്ലെങ്കിൽ മറ്റുള്ള തൻ്റെ വൃതന്മാരെ വീണ്ടെടുക്കുവാൻ എന്തിന് യേശു വരുന്നു എന്നുള്ളതിനെ പറ്റി പഠിക്കാൻ കഴിയുള്ളൂ. അത് നിങ്ങൾ ഈ സഭായോഗങ്ങളിൽ ചർച്ച ചെയ്യണം എന്നാണ് അവിടെ അപ്പോസ്തലനായ പൗലോസും പറയുന്നത്. അതിന് 3 കാര്യങ്ങളാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവൻ എല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാർ ആകും എന്നാണ് അവിടെ പറയുന്നത്. അത് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവൻ എല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. അതായത് ഇവിടെ ശരീരം എന്നുള്ളത് പഴയ നിയമവും രക്തം എന്നുള്ളത് പുതിയ നിയമമാകുന്നു. ഈ 2 നിയമങ്ങളും നിങ്ങൾ അനുസരിക്കാതെ അല്ലെങ്കിൽ ദുരുപദേശം അതിൽ കൂട്ടിക്കയറ്റി ദുരുപദേശിച്ച് അതനുസരിച്ച് അതിൽ വിശ്വസിച്ച് ജീവിക്കുന്നവർ അതിന്റെ ശിക്ഷാവിധി ഉണ്ടാകും എന്നാണ് അവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അത് നിങ്ങൾ കുറ്റക്കാരനാവും, നിങ്ങൾ പാപികളായി മാറും എന്നാണ് അവിടെ പറയുന്നത്. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രം നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. അതായത് നിങ്ങൾ ആ നല്ലപോലെ പഠിക്കണം എന്നാണ്. ഈ വേദപുസ്തകത്തിൽ നിങ്ങൾ ഈ പുതിയ നിയമവും പഴയ നിയമവും പഠിക്കുകയും അതനുസരിക്കുകയും മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഒരു കർമ്മമാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്ന് അടുത്ത് പറയുന്നു, തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു എന്ന് മനസ്സിലാകാം. അപ്പൊ നിങ്ങൾ ഈ അനുസരിക്കുന്ന നിയമങ്ങൾ, സഭകൾ നിങ്ങളെ പഠിപ്പിക്കുന്ന ദുരുപദേശങ്ങൾ അത് ശരി തന്നെയാണോ അല്ലയോ എന്ന് നിങ്ങൾ ശരിക്കും ശോധന ചെയ്യണമെന്നാണ്. നിങ്ങൾ നല്ലപോലെ വേദപുസ്തകം പഠിക്കണം. നിങ്ങളെ സഭ നിങ്ങളെ പഠിപ്പിക്കുന്ന ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ഉപദേശങ്ങൾ ഇതൊക്കെ ശരി തന്നെയാണോ എന്ന് നിങ്ങൾ സ്വയം പഠിക്കണമെന്നാണ് അപ്പോസ്തലനായ പൗലോസ് അവിടെ വിവരിക്കുന്നത്. അടുത്ത 3ാമത് പറയുന്നത്, ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളും ആകുന്നു, അനേകം പേരും നിദ്ര കൊള്ളുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഇത് 3ഉം നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതായത് വചനത്തിന് അനുസരിക്കാത്ത അല്ലെങ്കിൽ ദുരുപദേശങ്ങൾ വിശ്വസിക്കുന്ന സഭകൾ പഠിപ്പിച്ചു തരുന്ന ആചാര അനുഷ്ഠാന കൽപ്പനകൾ നിങ്ങൾ അനുസരിച്ച് ജീവിച്ചാൽ, വേദപുസ്തകം പഠിക്കാതെ ജീവിച്ചു കഴിഞ്ഞാൽ, പുതിയ നിയമവും പഴയ നിയമവും അനുസരിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും എന്നുള്ളവർ ആ 3 കാര്യങ്ങൾ പറയുന്നു. ഒന്ന്, നിങ്ങൾ ബലഹീനരാവും. ബലഹീനർ എന്നുള്ളത് അർത്ഥം എന്ന് പറയുന്നത് കപട വിശ്വാസികളായി മാറും. ദൈവവചനം ശരിയായ വണ്ണം പഠിച്ച് അതനുസരിച്ചില്ല എങ്കിൽ നിങ്ങൾ ബലഹീനരാവും. അതായത് നിങ്ങൾ വിശ്വാസി അല്ലാത്ത ഒരു ജനമായി മാറും. 2ാമത് പറയുന്നത് രോഗികളും ആകുന്നു. രോഗികൾ എന്ന് ഉദ്ദേശിക്കുന്നത് പാപരോഗമാണ്. നിങ്ങൾ പാപികളായി മാറുന്നു. അടുത്ത് 3ാമത് പറയുന്നത് അനേകരും നിദ്ര കൊള്ളുന്നു. അതിൽ വിശ്വസിച്ച പല ആൾക്കാരും മരിച്ചു കഴിഞ്ഞു. അതായത് ഒരു മനുഷ്യന് ജീവിക്കുന്ന കാലഘട്ടത്തിൽ മാത്രമേ ദൈവ മക്കളായി ജീവിക്കുവാൻ, അല്ലെങ്കിൽ ദൈവത്തിന്റെ പുത്രനായാൽ ദൈവത്തിന്റെ പുത്രിയായി ജീവിക്കുവാൻ കഴിയുകയുള്ളൂ. അല്ലാതെ മരിച്ചതിന് ശേഷം മറ്റുള്ള ആരും വിചാരിച്ചുകൊണ്ടോ ഒന്നും ഒരിക്കലും കഴിയുകയില്ല. അവർ നിദ്ര കൊണ്ടാൽ നിദ്ര തന്നെ. അവര് നരകത്തിന് പാത്രമായി മായിക്കഴിഞ്ഞു. നമ്മൾ നിത്യജീവനോ സ്വർഗരാജ്യത്തിനോ അല്ല ദൈവത്തിന്റെ മക്കളായി തീരണമെങ്കിൽ നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകൾ ഓർത്ത് മാനസാന്തരപ്പെട്ട് ആ പാപങ്ങൾ എന്താണെന്ന് പഠിച്ച ദൈവത്തോട് ഏറ്റു പറഞ്ഞ് നമ്മൾ സ്നാനം സ്വീകരിച്ച് വിശുദ്ധ ജീവിതം നയിക്കുമ്പോഴാണ് നമ്മൾ ശരിക്കും നിദ്ര കൊള്ളാതെ നിത്യജീവന് പ്രാപ്തിയായി മാറേണ്ടത്. ഈ ഒരു സന്ദേശം നിങ്ങൾ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ഈ എറണാകുളം മാടവന പള്ളിയിൽ നടന്ന ഈ ഉഡായിപ്പ് പരിപാടി, ഞാൻ ഈ ഓസ്തിയെ പറ്റിയൊക്കെ ശരിക്കും പല ആൾക്കാരോട് അന്വേഷിച്ചു. ഇത് ഉണ്ടാക്കുന്നത് കന്യാസ്ത്രീ മഠങ്ങളിലാണ് ഇത് ഉണ്ടാക്കുന്നു എന്നാണ് അറിയുന്നത്. ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു തരം റെഡിമെയ്ഡ് അപ്പമാണ്. ഈ റെഡിമെയ്ഡ് അപ്പം എന്ന് പറഞ്ഞപ്പോൾ ഈ അപ്പത്തിനൊക്കെ 2-3 മാസമൊക്കെ പഴക്കം വേണം, അല്ലെങ്കിൽ ഫ്രഷ് ആയിരിക്കാം, അല്ലെങ്കിൽ ചെറിയ പഴയ സ്റ്റോക്കുകളൊക്കെ എടുത്ത് മാറി തിരിഞ്ഞ് വരും. പല പള്ളികളിലേക്കും വേണ്ടി ചെയ്യുന്നത് പല സ്ഥലങ്ങളിൽ നിന്നാണ് അറിവ്. ഈ വ്യക്തമായി അവരുടെ സഭയെ പറ്റി ഒന്നും കൂടുതൽ അറിയില്ല. ന്യായപ്രമാണവും ഈ പുതിയ നിയമത്തിലെ വചനങ്ങളെല്ലാം കൂടെ പരിശോധിച്ച് നോക്കിയപ്പോൾ ഈ കത്തോലിക്കർ
ചെയ്യുന്ന കുർബാനയോ അല്ലെങ്കിൽ പെന്തക്കോസുകാർ ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റന്റ് വിഭാഗക്കാർ ചെയ്യുന്ന ഈ കർത്തൃമേശയോ അല്ലെങ്കിൽ തിരുമേശയോ ഒന്നും വചനത്തിന് അനുസരിച്ചുള്ള അല്ല, അത് ദുരാചാരമാണ്. വചനത്തെക്കുറിച്ച് പരിജ്ഞാനമില്ലാത്ത പൊട്ടന്മാരുടെ ഒരു ശുശ്രൂഷ മാത്രമാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. അപ്പൊ ആ തിരിച്ചറിയുമ്പോൾ ഈ എറണാകുളം ഈ മാടവന പള്ളിയിൽ പെങ്കൊച്ചിന്റെ വായിൽ വെച്ച ഈ തിരുവോസ്തി വ്യക്തമായി മാറിയത് ശുദ്ധ തട്ടിപ്പ് തന്നെയാണ്. ആ സഭയിലെ വരുമാനം കൂട്ടുവാൻ, അല്ലെ ആ സഭയിലേക്ക് ജനങ്ങൾ കടന്നു വരുവാൻ, അല്ലെങ്കിൽ കത്തോലിക്ക വിശ്വാസത്തോട് ആൾക്ക് താല്പര്യമുണ്ടുവാൻ, അല്ലെങ്കിൽ മറ്റ് സഭയിലുള്ള ആൾക്കാർ ആ സഭയിലോട്ട് ചേരുവാൻ, ആകർഷിക്കപ്പെടുവാൻ അവരുണ്ടാക്കിയ തന്ത്രം തന്നെയാണെന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ഞാൻ സ്ഥിരമായി കാണുന്ന ഒരു ചാനലുണ്ട്, ഈ സ്വാമിമാരുടെയും അല്ലെങ്കിൽ ഈ മാജിക്കുകളെ തന്ത്രങ്ങളെല്ലാം പൊളിച്ചെറുക്കുന്ന ഒരു ചെറുപ്പക്കാരനൊരു പയ്യന്. ആ പയ്യന്റെ പേര് എനിക്ക് ഓർമ്മയില്ല. ആ വീഡിയോയിൽ ആ പയ്യനൊരുക്കെ ഈ ഒരു സംഭവം ചുവന്ന നിറമാക്കുന്ന രീതിയൊക്കെ അവർക്ക് മുമ്പ് പറഞ്ഞിരുന്നു. ഇപ്പൊ ഈ ഒരു എറണാകുളത്ത് നടന്ന ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ആ പയ്യനൊരു വീഡിയോ ഇറക്കിയായിരുന്നു. അതിൽ പറയുന്നത് ഈ 2 മാസമൊക്കെ പഴക്കമുള്ള ഈ ഓസ്തിയിൽ അല്ലെങ്കിൽ ഈ ഗോതമ്പ് അപ്പത്തിൽ ഈ ഫംഗസ്, ബാക്ടീരിയ ബാധ കൂടുതലാവും. അത് ആഹാര സാധനമല്ലേ, ഇത്ര പ്രിസർവേറ്റീവ് ഒന്നും ചേർക്കാതെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനകത്ത് ഫംഗസ് കയറും. ഈ സാധനം ഈസ്റ്റ് എന്നുള്ള സാധനം പുളിച്ചൊരു സാധനമാണ്. ഈ പുളിച്ച വീഞ്ഞിൽ ഈ ഈസ്റ്റ് ഇത് മുക്കിയിട്ട് നാവിലോട്ട് വെക്കുമ്പോൾ നാവിലുള്ള ഈ സ്രവവും ഈ 3 സാധനം കൂടെ ചേരുമ്പോൾ അത് ചുവന്ന നിറമായി മാറുവാൻ കഴിയും എന്നാണ് ആ പയ്യൻ പറയുന്നത്. ഈ കൊച്ചിനെ കൊടുക്കാൻ വേണ്ടി മാത്രം ഈ തിരുവോസ്തിയിൽ സെലക്ട് ചെയ്ത് വെച്ച് ഈ നാവിൽ വെച്ച് അത്ഭുതം കാണിക്കുവാൻ വേണ്ടി ഇവർ ചെയ്ത തന്ത്രമാണെന്ന് ഒരു സംശയമില്ല. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ കണ്ട ഈ എറണാകുളം മാടവന പള്ളിയിൽ നടന്ന ഈ തിരുവോസ്തി വ്യക്തമാക്കി മാറ്റിയൊക്കെ കാണിച്ച ഉടായിപ്പ് ശുദ്ധ ഉടായിപ്പാണെന്ന് തിരിച്ചറിയുക. കർത്തൃമേശ അല്ലെങ്കിൽ കുർബാന എന്നൊരു ആചാരം അല്ലെങ്കിൽ കൽപ്പന, പ്രമാണം, ചട്ടങ്ങൾ ഒന്നും തിരുവെഴുത്തിലില്ല. തിരുവെഴുത്തിലുള്ളത് പെസഹയാണ് യേശു ക്രിസ്തു ആചരിച്ചത്. പെസഹ കഴിഞ്ഞുള്ള അപ്പം നുറുക്കാണ് യേശു ആചരിച്ചത്. മുന്തിരിച്ചാറ് വീതിച്ചു കൊടുക്കുകയും ചെയ്തത് അത് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളാണ്. അത് കഴിഞ്ഞ് യേശു സംസാരിച്ച ഉപദേശങ്ങളെല്ലാം ആ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ 1-ാം ദിവസത്തിൽ നടന്ന സഭാ യോഗമാണ്. ആ യോഗമാണ് യോഹന്നാൻ സുവിശേഷം 13-ാം അധ്യായം മുതൽ 16-ാം അധ്യായം വരെ വ്യക്തമായി പറയുന്നത്. അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക, അത് മനസ്സിലാക്കുക. യേശുവിന്റെ കാലഘട്ടത്തെ പറയുകയാണെങ്കിൽ ഈ പരീശന്മാരും സദൂക്യരും ഈ കപട ശാസ്ത്രിമാരുടെയും ഉപദേശങ്ങളിൽ നിങ്ങൾ വഞ്ചിക്കപ്പെട്ട് പോകരുത് എന്നുള്ളത് യേശു തുടക്കം മുതലേ എല്ലാ സുവിശേഷ പുസ്തകങ്ങളിലും പറയുന്നുണ്ട്. ശിഷ്യന്മാരുടെ പ്രത്യേകം പറഞ്ഞ് പരീശന്മാരുടെ പുളിച്ച മാവ് നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുവിൻ. ആ പുളിച്ച മാവ് എന്നുള്ളത് ദുരുപദേശമാണ്. ആ ദുരുപദേശങ്ങൾ ഒരിക്കലും വിശ്വസിക്കരുത്. നിങ്ങൾ വിശ്വസിക്കേണ്ട ദൈവത്തിന്റെ തിരുവെഴുത്തുകളിൽ മാത്രമാണ്. അതിൽ മാത്രമേ വിശ്വസിക്കുവാൻ പാടുള്ളൂ. അതാണ് ഒരു ദൈവദാസന്റെ അല്ലെങ്കിൽ ദൈവ മകന്റെ കടമ. ദുരുപദേശങ്ങളെ വിശ്വസിക്കരുത്. കർത്തൃമേശ, കുർബാന ഇത് ദൈവവചനത്തിൽ പെട്ടതല്ല, അത് ഉടായിപ്പാണ്. തിരിച്ചറിയുക. എന്റെ വീഡിയോ ഇതുവരെ കേട്ട എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും ദൈവനാമത്തിൽ നന്ദി അർപ്പിക്കുന്നു. വീണ്ടും അടുത്തൊരു വീഡിയോ കാണും വരെ എല്ലാവർക്കും നല്ലൊരു ഗുഡ് ബൈ.